ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കുറച്ച് പ്രശ്നമാണല്ലേ. നമുക്ക് 5 റൂൾസ് വെച്ചിട്ട് പ്രശ്നം അങ്ങ് പരിഹരിക്കാം. അപ്പം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഹിയർ വി വിൽ ലേൺ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ്. ആദ്യമേ പറയട്ടെ, ഈ വീഡിയോ 3 പാർട്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടാണ് ഇത്. ആദ്യമേ എന്താണ് ആക്റ്റീവ് വോയിസ് എന്ന് നോക്കാം. ആക്റ്റീവ് വോയിസ് എന്ന് പറയുമ്പം ഒരു സബ്ജക്റ്റ്, ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പം അതിൽ സബ്ജക്റ്റ് കാണും, ചെയ്യുന്ന വേർബ് കാണും, ചെയ്യുന്ന എഫക്റ്റ് എവിടെയാണോ വരുന്നത് അത് ഒബ്ജക്റ്റും കാണും. അങ്ങനെ 3 പാർട്സ് ആയിട്ടാണ് ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറിനെ പറയുന്നത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന ആൾ, വേർബ് എന്ന് പറയുന്നത് ചെയ്യുന്ന ജോലി, പിന്നെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ആ ചെയ്യുന്ന ജോലിയിൽ നിന്നും എന്ത് എഫക്റ്റാണോ എന്തിലാണോ ഒരു എഫക്റ്റ് വരുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സബ്ജക്റ്റ് ഒരു കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റ് വേർബ് എന്ന് പറയുന്ന ഒരു കാര്യം ഒബ്ജക്റ്റിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവ് വോയിസ് ആണ്. അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. ഫോർമാറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി. ഒരു സെൻറ്റൻസ് കാണുമ്പം ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ഈ ഫോർമാറ്റ് വേണ്ടുന്നത്. ഫോർമാറ്റ് കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേരെ. സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. നമ്മൾ നോർമലി കാണുന്ന ഒട്ടുമിക്ക എല്ലാ സെൻറ്റൻസും, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നോർമൽ സെൻറ്റൻസസ് എല്ലാം ആക്റ്റീവ് വോയിസിലാണ്. അപ്പം ഇതിനകത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഹെൻ ലേസ് എഗ്സ്. കോഴി മുട്ടയിടുന്നു. കോഴി ചെയ്യുന്ന പ്രവൃത്തിയാണല്ലോ മുട്ട ഇടുക എന്ന് പറയുന്നത്. ആ പ്രവൃത്തിയുടെ ഒബ്ജക്റ്റ് ആണല്ലോ എഗ് എന്ന് പറയുന്നത്. പ്രവൃത്തി ചെയ്യുന്നത് കോഴിയാണ്. ഹെൻ ലേസ് എഗ്. അപ്പം ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുന്നു, അതിൻ്റെ എഫക്റ്റായിട്ട് വരുന്ന സാധനമാണ് എഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ബേർഡ്സ് ബിൽഡ് നെസ്റ്റ്. ബേർഡ്സ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നെസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ഉണ്ടാക്കുന്ന സാധനമാണ് നെസ്റ്റ് എന്ന് പറയുന്നത്. ഷീ ബേക്സ് കേക്ക്. അവൾ കേക്ക് ബേക്ക് ചെയ്യുന്നു. ബേക്ക് ചെയ്യുന്നതാണ് പ്രവൃത്തി. അപ്പം ഇതിനകത്ത് എല്ലാത്തിനകത്തും ആദ്യമേ വന്ന് പറയുന്ന എന്താണ്? സബ്ജക്റ്റ് ആണല്ലേ. ഇതിനകത്ത് ഹെൻ എന്ന് പറയുന്നതും ഷീ എന്ന് പറയുന്നതും ഹീ എന്ന് പറയുന്നതും ബേർഡ്സ് എന്ന് പറയുന്നതും ഇതെല്ലാം സബ്ജക്റ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ജോലി ചെയ്യുന്ന ആ ഒരു ജോലിനെ പറയത്തില്ലേ, അതായത് ലേസ്, ബിൽഡ്, ബേക്സ്, ഈ കാര്യങ്ങളെല്ലാം വേർബാണ്. ഇനി അതിൻ്റെ എഫക്റ്റ് വരുന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് എഗ്സ് ഉണ്ട്, നെസ്റ്റ് ഉണ്ട്, കേക്ക് ഉണ്ട്. ഇതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നില്ലേ, സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് വോയിസിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫോർമാറ്റ് കാണാതെ പഠിക്കാനല്ല, ജസ്റ്റ് ഒന്ന് കണ്ടുവച്ചേരെ. സോ ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ഏതാണ് ആക്റ്റീവ് ഏതാണ് പാസീവ് എന്ന് ഒറ്റ നോട്ടത്തിൽ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി പാസീവ് വോയിസ് എടുത്ത് നോക്കിയാൽ നമ്മൾ സബ്ജക്റ്റിനല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നേരെ ഓപ്പോസിറ്റാണ്. നേരെ ബാക്കിലോട്ട് പോകും. ഒബ്ജക്റ്റിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ സബ്ജക്റ്റിനകത്ത് പറഞ്ഞായിരുന്നു ഹെൻ ലേസ് എഗ്. അതിനകത്ത് എഗ് എന്ന് പറയുന്നതല്ലേ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ എടുത്തിട്ടങ്ങ് ഫ്രണ്ടിലിടുന്നു. എഗ്സ് ആർ ലെയ്ഡ് ബൈ ഹെൻസ്. ഞാനിപ്പം അതിൻ്റെ ഫോർമാറ്റും ഗ്രാമറും ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ ജസ്റ്റ് അതിൻ്റെ മീനിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആക്റ്റീവും പാസീവിൻ്റെ മീനിങ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം കോഴി മുട്ടയിടുന്നു എന്നതിന് പകരം മുട്ട ഇടപെടുന്നത് കോഴിയാലാണ് എന്ന് പറയുന്നത് പാസീവ് വോയിസ് ആവും. അപ്പം നമ്മൾ നേരത്തെ തന്നിട്ടുള്ള സെൻറ്റൻസസ് കൺവേർട്ട് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. എഗ്സ് ആർ ലെയ്ഡ് ബൈ ഹെൻസ്, നെസ്റ്റ് ആർ ബിൽഡ് ബൈ ബേർഡ്സ്, കേക്ക് ഈസ് ബേക്ഡ് ബൈ ഹെർ. ഇതിൻ്റെ മീനിങ് കിട്ടിയേ. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മീനിങ്, പാസീവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ മീനിങ് എന്ന് മാത്രം നോക്കിയേ. ഇനി ഇതിൻ്റെ ഫോർമാറ്റും കൂടെ നോക്കാം. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒബ്ജക്റ്റിനായിരിക്കും. ഒബ്ജക്റ്റ് പ്ലസ് ആർ ഈസ് എന്നൊക്കെ പറയുന്നത് ഏതാ? ഓക്സിലറി വേർബ്. അത് കഴിഞ്ഞിട്ട് മെയിൻ വേർബ് വരുന്നുണ്ട്. എന്നിട്ട് വേർബിൻ്റെ മെയിൻ വേർബ് ചുമ്മാ ഉപയോഗിക്കുമല്ല, വേർബിൻ്റെ V3 ഫോമാണ് യൂസ് ചെയ്യുന്നത്. വേർബിൻ്റെ V3 ഫോം യൂസ് ചെയ്തിട്ട് അവസാനമാണ് നമ്മൾ സബ്ജക്റ്റിനെ കൊടുക്കുന്നത്. ജസ്റ്റ് ഫോർമാറ്റ് ഒന്ന് കണ്ടുവച്ചേ. റൂൾസ് നമുക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ. റൂൾസ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ജസ്റ്റ് ഇത് ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ ജസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുവാണ്, ആക്റ്റീവ് ഇതാണ് പാസീവ് ഇതാണെന്ന്. നമുക്കിനി റൂൾസ് ഒന്ന് പഠിച്ചാലോ? ഈ ടേബിൾ ഒന്ന് നോക്കി വെച്ചേരെ.
എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ആക്റ്റീവ് വോയിസിൻ്റെ ഒരു സെൻറ്റൻസ് തന്നു. ആ സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഈ കൊടുത്തിരിക്കുന്ന പ്രോനൗൺസ് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. പ്രോനൗൺ മാത്രം കൺവേർട്ട് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാസീവ് ആകുമ്പോഴത്തേക്കും മീ, ബൈ മീ എന്നാവും. വി എന്നാണ് സബ്ജക്റ്റായിട്ട് നമുക്ക് ആക്റ്റീവിൽ കൊടുത്തിരിക്കുന്നതെങ്കിൽ അത് പാസീവ് ആകുമ്പോഴത്തേക്കും ബൈ അസ് എന്നാവും. ഹി ആണെങ്കിൽ ഹിം ആവും, ഷീ ആണെങ്കിൽ ഹെർ ആവും, ദേ ആണെങ്കിൽ ബൈ ദം ആവും, യു ആണെങ്കിൽ ബൈ യു ആവും, ഇറ്റ് ആണെങ്കിൽ ബൈ ഇറ്റ് തന്നെയാണ്. ഇതിൻ്റെ കൂടെ ബൈ ചേർക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു നമ്മളുടെ റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മെയിൻ റൂൾസ് നോക്കാം. ആക്റ്റീവിൽ നിന്നും പാസീവിലേക്കോ പാസീവിൽ നിന്നും ആക്റ്റീവിലേക്കോ കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നെന്ന് വെച്ചോ. ഫസ്റ്റ് തിങ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ അതിൻ്റെ ടെൻസ് നോക്കുക. തൽക്കാലത്തേക്ക് നമുക്ക് പ്രസൻറ്റും പാസ്റ്റും മാത്രം മതി, ഫ്യൂച്ചർ അങ്ങ് വിട്ടേക്കുക. പ്രസൻ്റ് ആണോ നോക്കുക, അല്ലെങ്കിൽ പാസ്റ്റ് ആണോ നോക്കുക. പ്രസൻ്റ് ആണെങ്കിൽ പാസ്റ്റ് ആണെങ്കിലും രണ്ടിൽ ഏതാണെങ്കിലും ഒരു കാരണവശാലും കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് ടെൻസ് മാറ്റാനേ നിൽക്കരുത്. പ്രസൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പാസീവിലോട്ട് പ്രസൻറ്റ് തന്നെ എഴുതിക്കോ. പാസ്റ്റാണ് കിട്ടുന്നതെങ്കിൽ പാസീവിലോട്ട് പാസ്റ്റ് തന്നെ ആയിക്കോ. ഇനി തിരിച്ചാണെങ്കിലും നിങ്ങൾക്ക് പാസീവായിട്ട് പ്രസൻറ്റ് കിട്ടുവാണെങ്കിൽ ആക്റ്റീവായിട്ട് തന്നെ പ്രസൻറ്റ് എഴുതിക്കോ. പാസീവായിട്ട് പാസ്റ്റ് കിട്ടുവാണെങ്കിൽ പാസ്റ്റ് തന്നെ എടുത്തിട്ട് ആക്റ്റീവ് ആയിക്കോ. അതായത് നിങ്ങൾക്ക് ഏത് സെൻറ്റൻസ് ആണോ കൺവേർഷന് വേണ്ടിയിട്ട് കിട്ടുന്നത് ആ സെൻറ്റൻസ് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ എന്ന് നോക്കുക. ഇ ഡി ഫോം ഉണ്ടെങ്കിൽ പാസ്റ്റ്, എസ് ഫോം ആണെങ്കിൽ അല്ലെങ്കിൽ ഡു ഫോം ആണെങ്കിൽ പ്രസൻറ്റ്. ഇതാണെന്ന് കൺഫേം ചെയ്തിട്ട് അപ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക, ഒരു കാരണവശാലും ഞാൻ അതിൻ്റെ ടെൻസ് മാറ്റത്തില്ല. ഫസ്റ്റ് റൂള് അതാണ്. ഇനി ഈ ടെൻസ് മാറ്റത്തില്ല എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്സിലറി വേർബിൻ്റെ കാര്യത്തിലാണ്. ഈസ് എന്നുള്ളതും വാസ് എന്നുള്ളതും വേർ എന്നുള്ളതും ആർ എന്നുള്ളതും ഹാസ്, ഹാഡ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ടെൻസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിലറി വേർബ് എടുത്തെഴുതുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളതിൻ്റെ ടെൻസ് മാറ്റുകയേ ചെയ്യരുത്. ഇനി വേർബ് നമ്മൾ ഇതിനകത്ത് റൂൾസ് അല്ല, നമ്മൾ ഫോർമാറ്റ് പറഞ്ഞപ്പോൾ അതിനകത്ത് എവിടെയോ നമ്മളൊരു V3 കണ്ടായിരുന്നല്ലോ. എല്ലാത്തിനകത്തും പാസീവ് ആക്കുമ്പോൾ അതിനകത്ത് V3 ഫോം യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. V3 ഫോം വേണം എപ്പോഴും മെയിൻ വേർബിൻ്റേത് യൂസ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് തിങ് ഓക്സിലറി വേർബാണ്. ഓക്സിലറി വേർബിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് അതിൻ്റെ ടെൻസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതിനകത്ത് ഓക്സിലറി അല്ലാതെ മെയിൻ വേർബ് കാണും. മെയിൻ വേർബ് എപ്പോഴും പാസീവ് ആണെങ്കിൽ V3 മാത്രമേ യൂസ് ചെയ്യാവൂ. ആക്റ്റീവ് ആണെങ്കിൽ അതിനകത്ത് V3 കാണത്തുമില്ല. അത് നോട്ട് ചെയ്തോ. നിങ്ങൾക്കൊരു സെൻറ്റൻസ് വരുവാണെങ്കിൽ ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന് അറിയാനായിട്ട് പെട്ടെന്ന് തിരിച്ചറിയാം. V3 ഫോം ഓഫ് ദ വേർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ അത് പാസീവ് ആണ്. ഇനി മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള ആക്റ്റീവ് സെൻറ്റൻസ് ആണെന്ന് വെച്ചോ. ആക്റ്റീവ് സെൻറ്റൻസിനകത്ത് വേർബിൻ്റെ ING ഫോം കണ്ടിന്യൂസ് ഫോമാണ്. ഞാനിപ്പോൾ പാസ്റ്റ് ആണോ പ്രസൻ്റ് ആണോ ഒന്നും പറയുന്നില്ല. കണ്ടിന്യൂസ് ഫോമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് നിങ്ങൾ ആക്റ്റീവ് നിന്ന് പാസീവിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട ഒരു ടേമാണ് ബീയിങ്, BEING എന്ന് പറയുന്ന ആ ഒരു ടേം എന്തായാലും പാസീവിനകത്ത് വേണം. നിങ്ങൾക്കൊരു സെൻറ്റൻസ് വരുവാണ്, യു ഹാവ് ടു ഐഡൻറ്റിഫൈ വെദർ ഇറ്റ് ഈസ് ആക്റ്റീവ് ഓർ പാസീവ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്ന് വെച്ചോ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിനകത്ത് നോർമൽ ING ഫോം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴേ മനസ്സിലാവും ആക്റ്റീവാണ്. പക്ഷേ ING ഫോമിന് പകരം അവിടെ ബീയിങ് എന്ന് പറഞ്ഞിട്ട് V3 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അത് ആക്റ്റീവ് അല്ല, അത് പാസീവ് ആണെന്ന്, അല്ലേ? അപ്പം ING ഫോമായിട്ട് എന്തെങ്കിലും നമുക്ക് ആക്റ്റീവായിട്ടുള്ള സെൻറ്റൻസിൽ കിട്ടുവാണെങ്കിൽ അതിനെ പാസീവായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആഡ് ചെയ്യേണ്ട ടേമാണ് ബീയിങ് എന്ന് പറയുന്നത്. അപ്പം ആ റൂള് മനസ്സിലായോ? ഇനി ING ഫോം ഇല്ല, പക്ഷേ അവിടെ ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാഡ് ഇങ്ങനത്തെ ഏതെങ്കിലും ഒന്ന് വരുവാന്ന് വെച്ചോ. അത് കാണുവാണെങ്കിൽ അപ്പോഴേ തീരുമാനിച്ചോണം, ഓക്കെ അത് ആക്റ്റീവാണ്. ഇനി ആക്റ്റീവ് ടു പാസീവ് കൺവേർട്ട് ചെയ്യാനായിട്ടാണ് ഒരു സെൻറ്റൻസ് വരുന്നത്, അതിനകത്ത് ഹാവോ ഹാസോ ഹാഡോ ഉണ്ടെങ്കിൽ അപ്പോഴേ നിങ്ങൾ മനസ്സിൽ വെച്ചോണം ഓപ്പോസിറ്റ് എടുത്തെഴുതുന്നതിനകത്ത് ഐദർ ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ ഹാഡ്, ഇതിലേതെങ്കിലും ഒന്ന്. ഡിപ്പെൻസ് ഓൺ ദ സബ്ജക്റ്റ്, നമ്മൾ എന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറേ പേരിനെ പറ്റിയാണ് പറയുന്നതെങ്കിൽ ഹാവ് ചേർക്കും, ഒരൊറ്റ ആളിനെ പറ്റിയിട്ടാണെങ്കിൽ ഹാസും ചേർക്കും. അപ്പം ഇറ്റ് ഡിപ്പെൻസ്, നമുക്ക് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പം എന്തായാലും ഐദർ ഹാവ് ഓർ ഹാസ് എടുത്തിട്ട് അല്ലെങ്കിൽ ഹാഡ് എഴുതിയിട്ട്
പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യേണ്ട ടേമാണ് ബീൻ, BEEN. നേരത്തെ ബീയിങ് വന്ന എന്തിനായിരുന്നു? ING ഫോം. ബീയിങ്ങിനകത്ത് തന്നെ ഒരു ING ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഊഹിക്കാം, ഓക്കെ, ആക്റ്റീവിനകത്ത് ഒരു ING ഉള്ളതുകൊണ്ടാണ് പാസീവിനകത്ത് നമ്മൾ B+ING എന്ന് പറയുന്നൊരു സാധനം കയറ്റിയത്. അപ്പം ബീയിങ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു ആക്റ്റീവ് വോയിസ് തന്നാൽ നമ്മളതിനെ പാസീവ് ആക്കാൻ ബീയിങ് ചേർക്കും. ആക്റ്റീവ് വോയിസിനകത്ത് നമുക്ക് ഹാവോ, ഹാസോ, ഹാഡോ ചേർത്ത് തന്നാൽ നമ്മളതിനെ ഈ ഹാവോ, ഹാസോ, ഹാഡോ ചേർത്തിട്ട് പ്ലസ് ബീൻ എന്ന് പറയുന്ന വാക്ക് ചേർത്തിട്ട് പ്ലസ് V3 എല്ലാത്തിനകത്തും കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് റൂളിനകത്ത് പറഞ്ഞില്ലേ, എപ്പോഴും V3 ഫോമോടെ വേണം. പാസീവ് ആക്കണമെങ്കിൽ V3 ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഇനി അടുത്ത റൂള്, ഫൈനൽ റൂൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിൽ, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ വരുവാണെങ്കിലുള്ള റൂളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വില്ല്, ഷാലൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഫ്യൂച്ചർ ആണോ എന്ന് പറഞ്ഞ് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ പറഞ്ഞത്. നമുക്ക് പാസ്റ്റും പ്രസൻറ്റും മാത്രം കൺസിഡർ ചെയ്താൽ മതി ടെൻസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ടെന്ന്. ഫ്യൂച്ചർ നമുക്ക് തൽക്കാലത്തേക്ക് ഫ്യൂച്ചർ നമുക്ക് ടെൻസ് അല്ലെന്ന് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ അതിൻ്റെ ലൈക്ക് വില്ലെന്ന് വരുവാണെങ്കിൽ, ഷാലെന്ന് വരുവാണെങ്കിൽ, വുഡ് എന്ന് വരുവാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനൊരു സെൻറ്റൻസ് ആണ് ആക്റ്റീവ് വോയിസിൽ കിട്ടിയത് എങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പാസീവ് ആക്കുമ്പം ഈ വില്ല് അതേപോലെ എടുത്തെഴുതണം, അല്ലെങ്കിൽ ക്യാൻ, ഷാൽ, ഷുഡ്, മേ, മൈറ്റ് ഈ സാധനങ്ങളെല്ലാം അതേപോലെ എടുത്തങ്ങ് എഴുതണം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ബി. ING ഫോം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബീയിങ് എഴുതും. ഹാവ്, ഹാസ്, ഹാഡ് വന്നു കഴിഞ്ഞാൽ ബീൻ എഴുതും. ഇപ്പം ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, വിൽ, വുഡ് ഒക്കെ വരുവാണെങ്കിൽ ആ എക്സാക്റ്റ് ആ ടേം എടുത്ത് എഴുതിയിട്ട് ബി പ്ലസ് V3 ഫോം മറക്കുകയേ ചെയ്യരുത്. V3 ഫോം എന്തെഴുതിയാലും പാസീവ് വോയിസ് ആണോ അവിടെ V3 ഫോം ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. മെയിൻ റൂള് നമുക്ക് ഫോർമാറ്റൊക്കെ വെച്ച് പഠിക്കുന്നതിന് മുന്നേ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ എന്താണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ആ പെൺകുട്ടി ഒരു ലെറ്റർ എഴുതുന്നുണ്ട്. ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്നാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് എങ്കിൽ നിങ്ങൾ അത് ആക്റ്റീവ് ആണെന്ന് പറയുമോ പാസീവ് ആണെന്ന് പറയുമോ? ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്നല്ലേ. അപ്പം സബ്ജക്റ്റ് പ്ലസ് റൈറ്റ്സ് വേർബ് പ്ലസ് എ ലെറ്റർ ഒബ്ജക്റ്റ്. ആ ഫോർമാറ്റ് എന്തിൻ്റെയാണ്? ആക്റ്റീവ് വോയിസ് അല്ലേ. അപ്പം ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാ? ഷീ, ആ എഴുതുന്ന സബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ്. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് പാസീവ് ആക്കണമെങ്കിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ലെറ്റർ എഴുതപ്പെടുന്നത് അവളാലാണ് എന്ന് പറയുമ്പോഴാണ് അവിടെ പാസീവ് വോയിസ്. അപ്പം അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും ഒന്ന് ആലോചിച്ചേ. അപ്പം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള സെൻറ്റൻസിനകത്തുള്ള ഒബ്ജക്റ്റ് ഏതാ? എ ലെറ്റർ. ആ എ ലെറ്ററിന് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതി ഫസ്റ്റിലങ്ങ് എഴുതണം, എ ലെറ്റർ. ഇനി സെൻറ്റൻസ് പ്രസൻ്റ് ആണോ പാസ്റ്റ് ആണോ? ഷീ റൈറ്റ്സ് എന്നാണല്ലേ, റോട്ട് എന്നല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ടെൻസ് ഏതാ? ടെൻസ് എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്. ഷീ റൈറ്റ്സ് എ ലെറ്റർ എന്ന് പറയുന്നത് പ്രസൻ്റ് ആണ്. നമ്മൾ ഓൾറെഡി എ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഒരു കാരണവശാലും ടെൻസ് മാറ്റാൻ പാടില്ല. ഓക്സിലറി വേർബ് എ ലെറ്ററിൻ്റെ കൂട്ടത്തിലുള്ള ആഡ് ചെയ്യാൻ പറ്റുന്ന ഈസ് ആണോ, വാസ് ആണോ, ആറാണോ, വേറാണോ, ഇതിലേതാ ചേർക്കാൻ പറ്റുന്നത്? പ്രസൻറ്റ് ടെൻസ് വേണം. അപ്പം പ്രസൻറ്റ് ടെൻസിനകത്തുള്ള ഓക്സിലറി വേർബ് ഏതൊക്കെയാണ്? ഈസ് എന്നും വരും, ആറെന്നും വരും. എ ലെറ്റർ എന്നല്ലേ, അപ്പോൾ 6 വരത്തില്ലല്ലോ. എ ലെറ്റർ 6 വരത്തില്ലല്ലോ. അപ്പം എ ലെറ്റർ ഈസ്. ഇനി വേർബിൻ്റെ ഏത് ഫോമാണ്? V3. വേർബ് ഏതാണ്? റൈറ്റ്. റൈറ്റിൻ്റെ V3 റിട്ടൺ. എ ലെറ്റർ ഈസ് റിട്ടൺ. ആ ഷീ എന്നുള്ളത് എങ്ങോട്ട് എന്ത് കൺവേർട്ട് ചെയ്യുന്ന നമ്മളെ ബോക്സിനകത്ത് കണ്ടത്? ബൈ ഹർ. എ ലെറ്റർ ഈസ് റിട്ടൺ ബൈ ഹർ. ഇനി ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. ഹീ പെയിൻറ്റ്സ് എ പിക്ചർ. ഹീ പെയിൻറ്റ്സ് എ പിക്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ പാസീവ് വോയിസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം? ആരാണ് പ്രവൃത്തി ചെയ്യുന്നത്? വേർബ് ചെയ്യുന്ന ആരാണ്? ഹീ. ചെയ്യുന്ന വേർബ് പെയിൻറ്റ്സ്. എന്താണ് ഒബ്ജക്റ്റ്? എ പിക്ചർ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ പാസീവായിട്ട് കൺവേർട്ട് ചെയ്യും? ആദ്യമേ നോക്കേണ്ടത് ഏത് ടെൻസ്? പ്രസൻ്റ് അല്ലേ. പെയിൻറ്റ്സ് എ പിക്ചർ എന്നല്ലേ, പെയിൻറ്റഡ് അല്ലല്ലോ. സോ പ്രസൻറ്റ് കൺവേർട്ട് ചെയ്യണോ? ഇനി വേണ്ട, പ്രസൻ്റ് ആയിട്ട് തന്നെ എഴുതിക്കോ. അപ്പം ഹീ പെയിൻറ്റ്സ് എ പിക്ചർ എന്നാണ് നമ്മളുടെ സെൻറ്റൻസ് എങ്കിൽ ഈ എ പിക്ചർ ആണേ
നമുക്ക് ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നത്? എ പിക്ചർ. ഇനി പ്രസന്റ് ടെൻസ് അല്ലേ? എ പിക്ചർ ഈസ് വേർബിൻ്റെ V3. പെയിൻസിൻ്റെ V3 വരുമ്പോൾ, അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ V3 പെയിൻറ്റഡ്. എ പിക്ചർ ഈസ് പെയിൻറ്റഡ് ബൈ ഹിം. ഇങ്ങനെയാണ് ബേസിക്കായിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ടൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. നീതു ടുക്ക് മൈ പെൻസിൽ. ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ട ഏതൊക്കെയാണെന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടെൻസ് ഏതാ ഒന്ന് ആലോചിച്ചേ. നീതു ടുക്ക് മൈ പെൻസിൽ. നീതു ടുക്ക്. ടുക്ക് എന്ന് പറയുമ്പം ടേക്കിൻ്റെ പാസ്റ്റ് ആണല്ലേ, V2 ആണല്ലേ. സോ ടെൻസ് ഇസ് പാസ്റ്റ്. സബ്ജക്റ്റ് ഏതാ? ആരാ വർക്ക് ചെയ്യുന്നത്? നീതു. വേർബ് ഏതാ? ടുക്ക് എന്ന് പറയുന്ന വേർഡാണ് വേർബ് എന്ന് പറയുന്നത്. ഇനി ഒബ്ജക്റ്റ് ഏതാ? ഒബ്ജക്റ്റ് മൈ പെൻസിലാണ്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കി, ഇത് ഏത് വോയിസ് ആയിരിക്കും? ഇതിനകത്ത് സബ്ജക്റ്റ് പ്ലസ് വേർബ് ഉണ്ട് പ്ലസ് ഒബ്ജക്റ്റ്. അത് ഏത് വോയിസിൻ്റെ ആണ് ഫോർമാറ്റാണ്? ആക്റ്റീവ് വോയിസ് ആണല്ലേ. അപ്പം നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്ന ഈ സെൻറ്റൻസ് ആക്റ്റീവ് വോയിസ് ആണ്. ഇത് പാസ്റ്റിലായതുകൊണ്ട് തന്നെ, ഇതിൻ്റെ ടെൻസ് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പാസ്റ്റിലേക്ക് തന്നെ വേണം കൺവേർട്ട് ചെയ്യാൻ. അപ്പോൾ എങ്ങനെ വരുമെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ. സബ്ജക്റ്റ് ഇനി ഏതാ വരണ്ടേ? സബ്ജക്റ്റായിട്ട് നമുക്ക് ഏതാ എടുക്കണ്ടേ? മൈ പെൻസിൽ. ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മൈ പെൻസിലിനാണ്. മൈ പെൻസിൽ. ഇനി അതിൻ്റെ കൂടെ ഓക്സിലറി വേർബ് ചേർത്താലേ പാസീവ് ആകത്തുള്ളൂ. ഓക്സിലറി വേർബ് ചേർക്കണം, പക്ഷേ അത് ടെൻസ് എപ്പോഴും എന്നല്ല, ഈ സെൻറ്റൻസ് പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഓക്സിലറി വേർബ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് പാസ്റ്റ് വേണം. മൈ പെൻസിലിൻ്റെ കൂടെ വാസ് ചേർക്കുവോ വേറെ ചേർക്കുവോ? സിംഗുലർ ആണല്ലേ. അപ്പം നമുക്ക് മൈ പെൻസിൽ വാസ് അല്ലേ. ഇനി വേർബ് ചേർക്കണം. ഓക്സിലറി വേർബ് പ്ലസ് വേർബിൻ്റെ V3 ഫോം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർബ് ഏതാ? ടുക്ക്. അപ്പം ടേക്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു ഫോമാണ്, V2 ഫോമാണ് ടുക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ V3 എന്താണ്? V3 എന്ന് പറയുന്നത് ടേക്കൺ. മൈ പെൻസിൽ വാസ് ടേക്കൺ. ആരെടുത്തു? ബൈ നീതു അല്ലെങ്കിൽ ബൈ ഹർ. മൈ പെൻസിൽ വാസ് ടേക്കൺ ബൈ ഹർ. അടുത്ത സെൻറ്റൻസ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. ശ്രേയ സിങ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. ഇതിൻ്റെ ടെൻസ് ഏതാ? സബ്ജക്റ്റ് ഏതാ? ഒബ്ജക്റ്റ് ഏതാ? വേർബ് ഏതാ? കണ്ടുപിടിച്ചു കഴിഞ്ഞോ? ഇതിനകത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ശ്രേയ, വേർബ് എന്ന് പറയുന്നത് സിങ്ങിൻ്റെ ഒരു ഫോമായിട്ടുള്ള സിങ്സ്. അപ്പം ടെൻസ് ഏതാ? പ്രസൻറ്റ്. എ ബ്യൂട്ടിഫുൾ സോങ് എന്ന് പറയുന്നതാണ് ഒബ്ജക്റ്റ്. അപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസ് ആക്റ്റീവ് ആണ്. ഈ ആക്റ്റീവായിട്ടുള്ള സെൻറ്റൻസ് എങ്ങനെ പാസീവ് ആക്കും? പാസീവ് ആക്കാനായിട്ട് ആദ്യമേ ആ ഒബ്ജക്റ്റ് അങ്ങ് എടുത്ത് എഴുതണം. എ ബ്യൂട്ടിഫുൾ സോങ്. ഇനി ഏതാണ് വേണ്ടുന്നത്? ഓക്സിലറി വേർബ്. പ്രസൻറ്റ് ടെൻസ് ആയതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആറ്. ഈസാണോ ആറാണോ എ ബ്യൂട്ടിഫുൾ സോങ്ങിൻ്റെ കൂടെ ചേരുന്നത്? ഈസ് അല്ലേ. എ ബ്യൂട്ടിഫുൾ സോങ് ഈസ്. ഇനി സിങ്ങിൻ്റെ V3. സിങ്ങിൻ്റെ V3 സങ്, SUNG, സങ് ആണ്. എ ബ്യൂട്ടിഫുൾ സോങ് സങ്. ആര് പാടി? ശ്രേയ പാടി അല്ലേ. എ ബ്യൂട്ടിഫുൾ സോങ് സങ് ബൈ ശ്രേയ. അപ്പം ഫസ്റ്റ് റൂള് വെച്ച്, ഫസ്റ്റും സെക്കൻഡും റൂൾസ് മാത്രം ഉപയോഗിച്ച് ആക്റ്റീവ് ടു പാസീവ് അല്ലെങ്കിൽ പാസീവ് ടു ആക്റ്റീവ് കൺവേർഷൻ നിങ്ങൾ പഠിച്ചു. ബാക്കി 3 റൂൾസ് പഠിക്കുന്നതിന് മുൻപേ നിങ്ങൾ ഈ എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കൂ. അതിൻ്റെ ഉത്തരം കിട്ടുവാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം. അപ്പം ഇതിൻ്റെ ബാക്കി റൂൾസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇനി വരും. അപ്പം ശരി, ബൈ.